ഹലോ, ഒരു അടിപൊളി വീഡിയോ ആയിട്ടാട്ടോ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിപ്പോൾ എന്താ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. അവിടെ ഉള്ളവരും തന്നെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ ഈ സംഭവം എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്നുള്ളത് കോഴിക്കോടുള്ളത് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. എൻ്റെ അടിപൊളി റെസ്റ്റോറൻറ്റ്, ഒരു നോസ്റ്റു ഫീലിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇതിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയറും അവിടെ നമുക്കൊരു എസ്തെറ്റിക് വൈബാണ് കേട്ടോ അവിടെ തന്നിട്ടുള്ളത്. എന്താ പറയുക, ഒരു പഴയ കാലഘട്ടം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാട്ടോ നമ്മളവിടെ ചെന്നാൽ. അതായത് പഴയ സിനിമയുടെ പോസ്റ്ററും ഒരു പഴയ കാലഘട്ടമൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാട്ടോ അവരവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുള്ളത്. എന്താ പറയുക, തികച്ചും നമുക്കൊരു പണ്ടത്തെ നമ്മളൊക്കെ കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മയൊക്കെ വന്നു കേട്ടോ ഈ ഒരു ഷോപ്പിൽ കയറിയപ്പം. ഒരു എന്താ പറയുക, ഭയങ്കര ലൈറ്റും കാര്യങ്ങളും ഇല്ലാതെ ഒരു എന്താ പറയുക, എനിക്കറിയില്ല അത് പറഞ്ഞുതരാം. പണ്ടത്തേക്ക് ഒരു രീതിക്ക് നമുക്കത് ഫീൽ ചെയ്യും നമ്മളവിടെ കയറുമ്പോൾ. അപ്പോൾ അതാ നമുക്ക് അവരുടെ മെനു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ തന്നെ ഒരു വെറൈറ്റിയിലാട്ടോ അവരെല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ളതും ഓരോന്നും അത്രയും എന്താ കംഫർട്ടായിട്ടാട്ടോ പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യണം ഫുഡ്, അത്രയും അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസോ അതിൻ്റെ എന്താ പറയുക ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റംസ് ഒക്കെ അതിലിങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു കൊമഡി രൂപത്തിലാട്ടോ അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാം ഇതിൻ്റെ ഫുൾ ഇൻറ്റീരിയർ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഫിഷിൻ്റെ ഐറ്റംസ് എല്ലാം കൂടെ ഉള്ള ഒരു ഡിഷാണ്. ഒരു ഗ്രേവി പോലെ, ഒരു സെമി ഗ്രേവി, അതായത് ഭയങ്കരമായിട്ട് ഗ്രേവി അല്ല, സെമി ഗ്രേവി. അപ്പം അവർ കൊണ്ടുവരുന്ന രീതിയൊക്കെ നിങ്ങളൊന്ന് നോക്കും, നമ്മൾ അത്ഭുതപ്പെട്ടു. കൊണ്ടുവന്നതിന് ശേഷമാണ് അവരിങ്ങനെ ഒരു ഫയർ വെച്ചിട്ട് നന്നാക്കി ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, അയ്യോ ഇതെന്താന്നൊക്കെ വിചാരിച്ചു. നേരത്തെ നമ്മൾ മുന്നത്തെ ടേബിൾമേ കണ്ടപ്പം നമുക്ക് ഇതൊന്നും ആയിരിക്കില്ല വരുന്നത് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്ത സെയിം ഐറ്റമായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഇത് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്ക് കൂന്തളുണ്ട്, ഫിഷ് ഉണ്ട്, ഫിഷ് ഐറ്റംസ് ഉണ്ട്, ക്രാബ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോൺസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫിഷ് ഐറ്റംസും ഒരു ഗ്രേവി വെച്ചിട്ടാണ് കേട്ടോ നമുക്കുള്ളത്. നമ്മൾ ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുട്ട്, അപ്പം, പൊറോട്ടയൊക്കെയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ ഇത് മാത്രം തന്നെ ഓർഡർ ചെയ്തിട്ടാണ്. നമ്മൾ 2 പേര് മെയിനായിട്ട് ഇത് കഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 3 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനുള്ള ഐറ്റംസ് ഇതിലുണ്ട്. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പുട്ടിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് ഒന്നുകൂടി കംഫർട്ട് തോന്നിയത് പുട്ടിൻ്റെ കൂടെ ആട്ടോ. അതിനുശേഷം ഇതാ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ബോളി പായസവും പപ്പടം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ അതും അവർ കൊണ്ടുവരുന്ന രീതി തന്നെ അടിപൊളിയായിരുന്നു. നമ്മളതും നന്നാക്കി കഴിച്ചു കേട്ടോ. അത് മിക്സാക്കി എന്താ പറയുക, നല്ല വലിയ ബോളി, ചെറുതായിട്ട് പഴങ്ങൾ മുറിച്ചിട്ടുള്ളതും ഒരു പപ്പടമൊക്കെ വെച്ചിട്ട് കുഴച്ച് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ഇപ്പം നമുക്ക് ഓണം സീസണൊക്കെയാണ് അല്ലേ, ഇപ്പം നമുക്ക് എല്ലായിടത്തും ബോളിയും പായസമൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര ടേസ്റ്റാട്ടോ ഇവിടുത്തെ ഈ ബോളിയും പായസമൊക്കെ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബീച്ച് സൈഡിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ തക്കാരം റെസ്റ്റോറൻറ്റൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ ഇവിടെ ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒക്കെ ഒരു പഴയ ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ടും ഒരു നോസ്റ്റു ഫീലിങ്ങിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്